അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ അബാദ്. സഹോദരങ്ങളെ, വൈകിയ വേളയിലാണെന്നുണ്ടെങ്കിലും നബിദിനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു വാക്ക് പറയാം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുൻപിൽ വീഡിയോയുമായി വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് സിറാജ് ബാലുശ്ശേരി ഉസ്താദ് പറയുന്നതൊന്ന് കേൾക്കാം. അദ്ദേഹം പറയുന്നത് ഹദീസുകളിൽ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന് ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെറുതും വലുതുമായ ആ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ ഹദീസിൽ പോലും ജന്മദിനം ആഘോഷിക്കണം എന്റേത്, അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. കേട്ടല്ലോ. അപ്പോൾ ഇവിടെ സിറാജ് ബാലുശ്ശേരി ഉസ്താദിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, നബിദിനം ആഘോഷിക്കാൻ വേണ്ടി മുസ്ലിം ഉമ്മത്തിനെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായി നമുക്ക് മനസ്സിലായി. എന്നാൽ ഈ പരാമർശത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് നമ്മുടെ റിട്ടയേർഡ് ജഡ്ജ് കമാൽ പാഷ ചോദിക്കുന്നത്, ആരെങ്കിലും പറയുമോ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചിലര് പറയുന്നത് എന്താണെന്നറിയോ, ഒരു വലിയ ന്യായം ഞാൻ കേട്ടതല്ലേ, റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന്. ആരെങ്കിലും പറയൂ? ബോധമുള്ള ആരെങ്കിലും പറയൂ നിങ്ങൾ എന്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറയൂ? ഇല്ല. അപ്പോൾ ഈ ചോദ്യം പ്രസക്തമാണ്. കാരണം ഒരാളും തന്നെ തന്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറയില്ല. പകരം നമ്മൾ ആ ബർത്ത്ഡേ ആഘോഷിച്ച് അവരെ തൃപ്തിപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി. ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആരെങ്കിലും പറയുമോ തന്റെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന റിട്ടയേർഡ് ജഡ്ജ് കമാൽ പാഷയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആരെങ്കിലും പറയുമോ തന്നെ സ്നേഹിക്കണമെന്ന്? ഏതെങ്കിലും ഒരു വ്യക്തി അയാളെ സ്നേഹിക്കണമെന്ന് അയാൾ ഉമ്മത്തിനോട്, ജനങ്ങളോട് ആവശ്യപ്പെടുമോ? അതിന്റെ മറുപടി ഇല്ല എന്നാണല്ലോ. എന്നാൽ അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിത്വം നമ്മളുടെ മുൻപിൽ ജീവിച്ചു മരിച്ചുപോയി. ആ വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ടിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി, രണ്ട് ലോകത്തെയും നേതാവ്. ആ നേതാവ് നമ്മളോട് പറയുകയുണ്ടായി, നിങ്ങളിൽ ആരും തന്നെ മുഅ്മിനാവുകയില്ല. എത്രയെന്നാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യവഹാരങ്ങളെക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളിൽ ആരും തന്നെ മുഅ്മിനാവുകയില്ല. അപ്പോൾ ഇവിടെ റിട്ടയേർഡ് ജഡ്ജ് കമാൽ പാഷ മനസ്സിലാക്കേണ്ടത്, എന്നെ സ്നേഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം, എൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്ന് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതിൽ ഖൈറുണ്ടെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ സ്വർഗത്തോട് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായി എല്ലാം ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോൾ ആ എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം അതിൽ ഖൈറുണ്ടെങ്കിൽ, അതുകൊണ്ട് നമ്മൾ സ്വർഗത്തോട് അടുക്കുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഈ വിഷയം ചെയ്യുന്നത് എത്രയോ വലിയ ഇമാമുകളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് യെസ് എന്ന് പറഞ്ഞോട്ടെ, അത് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന, ജന്മദിനം ആഘോഷിക്കുന്ന വ്യക്തി എന്താണ് അറിയാതെ പറയുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്വർഗത്തോട് അടുപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ മൂടി വെച്ചു, അത് പറയാതെ പോയി എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അന്ത്യദിനത്തിൽ അള്ളാഹു നമ്മളോട് അങ്ങനെ ചോദിച്ചാൽ, എന്തേ നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വർഗത്തോട് അടുപ്പിക്കുന്നത് നരകത്തിൽ നിന്ന് അകറ്റുന്നത് എല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ? പക്ഷെ ഇതിൽ ഖൈറുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു, പക്ഷെ നിങ്ങൾ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങളൊക്കെ മൂടി വെച്ചു, അല്ലെങ്കിൽ പറയാതെ ഈ ലോകത്ത് നിന്ന് വിട വാങ്ങി എന്നല്ലേ എന്ന് യൗമുൽ ഖിയാമത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഈ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ല എന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ, ജന്മദിനം ആഘോഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ഹദീസുണ്ട്, തെളിവുണ്ട്. ആ ഹദീസ് മുസ്ലിമിന്റെ ഹദീസാണ്. അത് റിയാദു സാലിഹീനിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. 1255 നമ്പറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഉമ്മത്തിനോട് ആഹ്വാനം ചെയ്യുന്നതും അതെങ്ങനെയാണ് നിങ്ങൾ ആ ജന്മദിനം ആഘോഷിക്കേണ്ടത് എന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വിഷയം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഈ ബർത്ത്ഡേ, ഈ ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ന് കാണുന്ന രീതി ഇത് ഇസ്ലാമികമല്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഉമ്മത്തിനെ ഇസ്ലാമിന് എതിരായിട്ടുള്ള ഒരു
ജന്മദിനാഘോഷത്തിന് അവരെ റോട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പണ്ഡിത സമൂഹം തന്നെയാണ്. അവർ അന്ത്യദിനത്തിൽ ഈ ചിത്രത്തിൽ കാണുന്ന ആളുകളിൽ ഭൂരിഭാഗവും അന്ത്യദിനത്തിൽ അവരോട് ചോദ്യം ചെയ്യപ്പെടും, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു കഴിഞ്ഞപ്പോൾ കുപ്പിയിലിരിക്കുന്ന ഭൂതത്തെ തുറന്നു വിട്ടതുപോലെ എല്ലാവിധ അസാൻമാർഗികമായ രീതിയിലുള്ള ബർത്ത്ഡേ ആഘോഷങ്ങളും ലോകത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ ബർത്ത്ഡേ ആഘോഷം നമുക്ക് റോഡിൽ ഇറങ്ങാതെ നടത്തേണ്ടതാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്താണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേര് അവഹേളിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞയെ കാറ്റിൽ പറത്താനും വേണ്ടിയിട്ടുള്ള ഒരു ജന്മദിനാഘോഷമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഉദാഹരണത്തിന് ഒരു 4-5 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത് മ്യൂസിക്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ഉപകരണ സംഗീതം കേൾക്കുന്നവന്റെ ചെവിട്ടിൽ അള്ളാഹു ഈയമൊരുക്കി ഒഴിക്കും എന്നുള്ള ഒരു ഹദീസ് ഉണ്ട്, ഒരു സഹിയായ ഹദീസ് ഉണ്ട്. എന്നാൽ എല്ലാ വ്യക്തികളും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുവിധം എല്ലാവരും മൊബൈൽ ഫോണിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അവര് ഉപകരണ സംഗീതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പരസ്യമായി റോട്ടിൽ വന്ന് മാർക്കറ്റിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാൻ കിട്ടുന്ന ഒരു ദിനമാണ് നബിദിനം എന്ന് പറയുന്നത്. അന്ന് അവർ വലിയ വലിയ പിക്കപ്പുകളിൽ വലിയ വലിയ സ്പീക്കറൊക്കെ സൗണ്ട് ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് DJ നടത്തുകയാണ്, വലിയ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കും അതിന്റെ പിന്നിൽ അവർ ഡാൻസ് ചെയ്യുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉത്തരവിനെ കാറ്റിൽ പറത്താൻ ലഭ്യമാകുന്ന ഒരു അസുലഭ സന്ദർഭമാണ് നബിദിനാഘോഷം. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ റോട്ടിൽ നിന്ന് തടസ്സങ്ങൾ മാറ്റൂ, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ മാറ്റൂ എന്നുള്ളതാണ്. എന്നാൽ ഈ ഉത്തരവിനെ കാറ്റിൽ പറത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് നബിദിനം എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം നമ്മൾ റോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ഡാൻസും പാട്ടും റോഡ് ബ്ലോക്കാക്കലും പല ആളുകളുടെ പ്ലെയിൻ നഷ്ടപ്പെടലും പല ആളുകളുടെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള വഴിമുടക്കലും ഒക്കെ ഉണ്ട്. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നബിദിനത്തിന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ആംബുലൻസിനെയാണ് നിങ്ങൾ കാണുന്നത്. ഈ ആംബുലൻസിൽ ഏതെങ്കിലും ഒരു രോഗി മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന നബിദിനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ലോകത്തിലുള്ള സകല മനുഷ്യരെയും കൊന്നതിന്റെ ശിക്ഷ അവരുടെ തലയിലുണ്ടാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദാണ്, അതുകൊണ്ട് റോഡ് മുടക്കി എന്ന വിഷയം അവിടെ വരുന്നില്ല. അന്യായമായി ഒരു ജീവൻ അപഹരിച്ചു എന്ന കുറ്റമാണ് ഈ നബിദിനം ആഘോഷിക്കുന്നവരുടെ തലയിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാമോ, ബാംഗ്ലൂരിലെ ടാനറി റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മെജസ്റ്റിക്കിലേക്ക്, സിറ്റിയിലേക്ക് പോകുന്ന ഒരു റോഡ്, ആ റോഡ് മുഴുവൻ 10 കിലോമീറ്റർ റോഡാണ്. ഈ 10 കിലോമീറ്റർ റോഡിൽ എല്ലാ റബീഉൽ അവ്വൽ 12-നും അവർ മഗ്‌രിബിന് ശേഷം അവിടെ ഒരു ജാഥ പുറപ്പെടുകയാണ്. ഈ ജാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോറികൾ, ഈ ലോറികളിലൊക്കെ കാബത്തിന്റെയും മദീനയുടെയും ഒക്കെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ച് അതിനകത്ത് നിന്ന് ആളുകൾ വാള് പിടിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക, ദഫ് മുട്ടുക, വളരെയധികം ശബ്ദവും ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസത്തെ പത്രം നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളുടെയും പ്ലെയിൻ നഷ്ടപ്പെട്ടതായിട്ടും ചികിത്സ ലഭിക്കാത്തതുമായിട്ടും ഇസ്ലാമിനെ കുറ്റം പറയുന്നതായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേജോവധം ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് പത്രത്തിലും വായിക്കാൻ കഴിയും, സോഷ്യൽ മീഡിയയിലും വായിക്കാൻ കഴിയും. ഒരിക്കൽ ബാംഗ്ലൂരിൽ ഞാൻ എൻ്റെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ വെച്ച് കണ്ടതാണ്. ഇവർ ടാനറി റോഡിൽ നിന്ന് ഇറങ്ങി മെജസ്റ്റിക്കിലേക്ക് പോകുന്ന ആ നബിദിന ഘോഷയാത്ര, അത് ഇത്രമാത്രം ശബ്ദമുണ്ടാക്കുക. ഒരു ഫ്ലാറ്റിനകത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു രോഗിയായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്കൊരു ബുദ്ധിമുട്ട്, ചെറിയ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 1-2 മാസം പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദം. അതേപോലെ തന്നെ വണ്ടി, ഈ നബിദിന റാലിക്കകത്ത് പെട്ടുകിടക്കുന്ന വണ്ടി പുറത്തു പോകാൻ വേണ്ടിയിട്ട് അവർ തുടർച്ചയായിട്ട് അടിക്കുന്ന ഹോണിന്റെ ശബ്ദം, ഇതെല്ലാം കൊണ്ടും ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ റോട്ടിൽ കൂടെ 10 കിലോമീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മണിക്കൂറാണ് റോഡ് ബ്ലോക്ക് ആകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബാംഗ്ലൂരിൽ ഞാൻ എൻ്റെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ പോക്ക് കണ്ടു കഴിഞ്ഞിട്ട്, ഈ റാലി കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഞാനൊരു പരസ്യം കൊടുത്തു. എൻ്റെ സഹോദരന്മാർ റോഡ് ബ്ലോക്കാക്കിയത് കൊണ്ട് എൻ്റെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ള വിഷമത്തിൽ ഞാൻ അതിനെ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അഡ്വർടൈസ്മെന്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അവിടുത്തെ കന്നഡ പത്രമായിട്ടുള്ള പ്രജാവേണി എന്ന പത്രത്തിലും ഡെക്കൻ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് പത്രത്തിലും
വസല്ലം ഞാൻ ഈ പരസ്യം കൊടുക്കുകയുണ്ടായി. ഈ പരസ്യം കൊടുത്ത പിറ്റേ ദിവസം മുതൽ ഇതിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിൽ എനിക്ക് ഒരുപാട് വയറ് നിറയെ വധഭീഷണി ലഭിക്കുകയുണ്ടായി. അതും നമ്മുടെ ഉമ്മത്തിൽ നിന്ന് തന്നെയാണ്. എന്തുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് നബിദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുന്നത് എന്നതിലേക്ക് നമുക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ പറയാൻ കഴിയുന്നത്, പള്ളി പോലെ പരിശുദ്ധമായ സ്ഥലങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്നതിനെ, ഇടകലരുന്നതിനെ വിരോധിച്ചു. നമ്മുടെ പള്ളിയിൽ നമസ്കാര സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലം കണക്കാക്കിയിട്ടുണ്ട്. ആ ഒരു സ്വഭാവം തന്നെയാണ് നമ്മളുടെ വിവാഹങ്ങളിലും അതേപോലെ തന്നെ ദീനീ പ്രഭാഷണങ്ങൾ നടത്തുന്നിടത്തൊക്കെയും തന്നെ നമ്മൾ സ്ത്രീകളെ സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇടകലരിൽ ഇസ്ലാമിലില്ല. എന്നാൽ നബി ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആജ്ഞ കാറ്റിൽ പറത്താൻ കെട്ടുന്ന ഒരു അസുലഭ സന്ദർഭമാണ്. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും റോഡിലും മിക്സ് ആവുന്നു. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രയെല്ലാം നിങ്ങൾക്ക് ജനങ്ങളെ കൊണ്ട് വിമർശിപ്പിക്കാൻ കഴിയുമോ അത്രയ്ക്കൊക്കെ വിമർശിപ്പിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു കൽപ്പന എന്തെന്നാൽ, നിങ്ങൾ ആറ്റിൽ നിന്നാണ് ഒതുവെടുക്കുന്നതെങ്കിലും മിതവ്യയം പാലിക്കണം. ആറ്റിൽ വെള്ളത്തിന് വല്ല കുറവുമുള്ളൂ. ആ ആറ്റിൽ നിന്ന് വെള്ളമെടുക്കുമ്പോഴും മിതവ്യയം പാലിക്കണം എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വീടിനകത്തുള്ള സ്വിച്ച് ബോക്സ് ഉണ്ടല്ലോ, അതിൽ കാണുന്ന ചുവന്ന പൈലറ്റ് ലൈറ്റ്, ഈ ഒരു പൈലറ്റ് ലൈറ്റിന് ഒരു ഉദ്ദേശം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇസ്രാഫാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, വക്കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുക കുടിക്കുക, അല്ലെങ്കിൽ അമിതവ്യയം ചെയ്യരുത്. അപ്പോൾ പണ്ഡിതന്മാർ ഈ ചുവന്ന ലൈറ്റിനെ അമിതവ്യയത്തിൽ ഉൾപ്പെടുത്താൻ കാരണം, നിങ്ങളുടെ സ്വിച്ച് ബോക്സിനകത്തുള്ള ആ ഒരു പൈലറ്റ് ലൈറ്റിന് ഒരു ഉദ്ദേശം ഉണ്ടാവണം. അതായത് ഇവിടെ കറണ്ടുണ്ട്, ഇതിനെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ രാത്രി കാലത്ത് നിങ്ങൾക്ക് ആ ലൈറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന് നിങ്ങൾക്ക് ലൈറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ച് ഇടാൻ പറ്റും. ഇങ്ങനെ ഒരു ലക്ഷ്യമില്ല, ഇത് ഡെക്കറേഷന് വേണ്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ചെലവാകുന്നത് 1 രൂപയോ 2 രൂപയോ ആയിരിക്കും ഒരു പൈലറ്റ് ലൈറ്റിന്റെ പുറത്ത് ഇലക്ട്രിക് ബില്ല് ഒരു മാസത്തേക്ക് വരുന്നത്. പക്ഷെ നിസാരമായിട്ടുള്ള ആ പണം പോലും ഇസ്രാഫാണ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരെ കാറ്റിൽ പറത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പള്ളികളിലൊക്കെ എന്ത് തരത്തിലുള്ള ലൈറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ആ ലൈറ്റുകൾ ചെയ്തിട്ടുള്ളതിന്റെ കറണ്ട് ബില്ല്, അത് കഴിഞ്ഞ് ഈ ലൈറ്റുകളൊക്കെ ഫ്യൂസായി പോകുന്നതിന്റെ ചെലവുകൾ, ഇതൊക്കെ മുസ്ലിം ഉമ്മത്തല്ലേ വഹിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിതവ്യയം പാലിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അമിതവ്യയം അരുത് എന്ന് പറഞ്ഞ് ഈ 2 കമാൻഡുകളും നമുക്ക് കാറ്റിൽ പറത്താൻ കിട്ടുന്ന അസുലഭ സന്ദർഭമാണ് നബിദിനം എന്ന് മനസ്സിലാക്കുക. ഇനി ഈ നബിദിനം ഇവിടെ നിന്നൊക്കെ കൈവിട്ടു പോയി. ബംഗ്ലാദേശിൽ ഒരു നബിദിനം നിങ്ങൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ബംഗ്ലാദേശിൽ ഹാപ്പി ബർത്ത്ഡേ യാ റസൂലല്ലാഹ് എന്നും പറഞ്ഞിട്ട് അവർ കേക്ക് മുറിക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഈ ഉമ്മത്തിനുള്ള പ്രേരകം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സമസ്തയുടെ പണ്ഡിതന്മാർക്കുള്ള റോള് നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. അവർ ഇന്നും യൂട്യൂബിൽ വന്നിരുന്നു കൊണ്ട് ഹദീസിനെയും ഖുർആനെയും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നടത്താനുള്ള ആഹ്വാനവുമായിട്ടാണ് ഒരുപാട് മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ മുസ്ലിയാക്കന്മാർക്ക് എല്ലാവരും തന്നെ അതായത് നമ്മുടെ ഉമ്മത്ത് റോട്ടിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്ക് അവർ ഉത്തരം പറയേണ്ടി വരും. കാരണം അവരാണ് ചെയ്തത്, ഞങ്ങളറിയില്ല. ലഹാമാ കസബത്ത് വലക്കുമാ കസബത്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അതിവിടെ അപ്ലിക്കബിൾ ആവില്ല. അവർ ചെയ്തത് അവർക്ക്, ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക്, അവർ ചെയ്തതിനെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കൂല എന്ന ഖുർആൻ വാക്യം ഇവിടെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് അവരെ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാർക്ക് ഈ നമ്മുടെ ഉമ്മത്ത് ചെയ്യുന്ന ഈ തോന്നിവാസ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ തടിയൂരാനാവുകയില്ല. കാരണം നിങ്ങളാണ് അവരെ റോട്ടിലേക്ക് വലിച്ചഴച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഈ തോന്നിവാസങ്ങളൊക്കെ റോട്ടിൽ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചെയ്യുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങളെ കൊണ്ട് വിമർശിക്കാനും കുറ്റം പറയാനും ഒക്കെ അവസരം കൊടുപ്പിച്ചതും നിങ്ങളാണ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമൽ ഖിയാമത്തിൽ വിടുകയില്ല എന്ന് മനസ്സിലാക്കുക. ഇനി എൻ്റെ ഈ സംസാരം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറയുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം ആഘോഷിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് എന്തെന്നാൽ, റിയാദുസ് സാലിഹീനിൽ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
ഈ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളത് വായിച്ചു നോക്കുക. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയുണ്ടായി, പ്രവാചകരെ എന്താണ് അങ്ങ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കും. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ എല്ലാ ബർത്ത്ഡേകളും തീയതി അനുസരിച്ചിട്ടാണ് നടക്കുക, അല്ലെ? തീയതി അനുസരിച്ചിട്ടല്ലേ ബർത്ത്ഡേകളൊക്കെ നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർത്ത്ഡേ നടത്തേണ്ടത് എന്നാണ്? തിങ്കളാഴ്ചയാണ്, അല്ലാതെ 12 റബീഉൽ അവ്വലിനല്ല. ആ 12 റബീഉൽ അവ്വൽ ഗൾഫിൽ 12 റബീഉൽ അവ്വൽ ആണെങ്കിൽ നാട്ടിൽ 11 റബീഉൽ അവ്വൽ ആയിരിക്കും. ഡേറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബർത്ത്ഡേ നടത്താൻ കഴിയുകയില്ല. ഡേറ്റ് അനുസരിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ് ലോകത്തിലെ മൊത്തം സ്ഥിതി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കൽ ദിവസം കണക്കാക്കിയിട്ടാണ്, ഡേ ആണ്. ഇത് ഭയങ്കര അത്ഭുതമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കണ്ടല്ലോ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം തന്നെ ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. ജന്മദിനത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വലിൽ ജനിച്ചു എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. അതല്ല വേറൊരു മാസത്തിലാണ് ജനിച്ചിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന സഹിഹായ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ ജന്മദിനമാണോ അല്ലെങ്കിൽ മരണദിനമാണോ നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് സംശയം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലേക്കാണ് അദ്ദേഹം തിരിച്ചു വരേണ്ടത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സഹിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, രണ്ടിനും ഇടയിലുള്ളതാണ് സംശയാസ്പദമായ കാര്യങ്ങൾ. നമ്മളോട് സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് നബിയുടെ ഉത്തരവ്. എന്താണ് സംശയാസ്പദമായ കാര്യങ്ങൾ? നമ്മൾ റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു 50% ആളുകൾ ഇത് ചെയ്യണമെന്നും 50% ആളുകൾ ഇത് ചെയ്യണ്ടെന്നും പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഇവിടെ സംശയം വന്നു. കാരണം ചിലർ പറയുന്നു ചെയ്യണമെന്ന്, ചിലർ പറയണം ചെയ്യണ്ട എന്ന്. അതേപോലെ തന്നെ ചിലർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 ജനിച്ചു, അതല്ല വേറൊരു ഡേറ്റിനാണ് ജനിച്ചു എന്നത്. അപ്പോൾ ടോട്ടലി കൺഫ്യൂസ് ആയിട്ടുള്ള ഒരു സംശയമുള്ള ഒരു വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇതാണ് ഒരു മുഅ്മിന്റെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നബിദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? തിങ്കളാഴ്ച നോമ്പെടുക്കുക. അതുപോലെ തന്നെ അദ്ദേഹം തിങ്കളാഴ്ചകൾ ദാനധർമ്മങ്ങൾ ചെയ്യുക, തിങ്കളാഴ്ചകൾ ഭക്ഷണം ജനങ്ങൾക്ക് വിതരണം ചെയ്യുക. ഇനി ഞാൻ എങ്ങനെ നബിദിനം ആഘോഷിക്കുന്നു എന്നൊരു വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. ഞാൻ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7 വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായിട്ട് ഞാൻ ഒരുപാട് റിസർച്ചുകൾ നടത്തുകയുണ്ടായിരുന്നു. പല പണ്ഡിതന്മാരുടെയും അവരുടെ ബുക്കുകൾ വായിക്കാനും അവരുടെ വീഡിയോകൾ കേൾക്കാനും ഒക്കെയായി ഞാൻ ഇതിനെക്കുറിച്ചിട്ട് റിസർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്തെന്നാൽ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ബർത്ത്ഡേ ജന്മദിനം ആഘോഷിക്കുന്നത് ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ദിവസത്തിന്റെ അടിസ്ഥാനത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കപ്പെടുന്നത്, ജന്മദിനം ആഘോഷിക്കപ്പെടുന്നത് ഒരേ ഒരു വ്യക്തിത്വം മാത്രമാണ് ലോകത്തുണ്ടായിരുന്നത്. ഇനി അതുപോലത്തെ ഒരു വ്യക്തിത്വം ലോകത്ത് ഉണ്ടാകാനും പോകുന്നില്ല. അതാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ബർത്ത്ഡേ നമ്മൾ നടത്തേണ്ടത് ദിവസം കണക്കാക്കിയാണ്. കാരണം അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ജനിച്ചിട്ടുള്ള തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ അന്ന് 7 വർഷം മുൻപ് തീരുമാനിച്ചു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ബാക്കി കാലങ്ങളിലെല്ലാം ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റബീഉൽ അവ്വൽ മാസം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനും ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും മകനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് 7 വർഷങ്ങൾക്ക് മുൻപ് ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എൻ്റെ വീടിൻ്റെ ഏകദേശം 50 മീറ്റർ ദൂരെയുള്ള പള്ളിയിൽ, ഞാൻ നമസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മകര നമസ്കാരത്തിന് ശേഷം ഒരു ബിരിയാണിയുടെ കിറ്റ് ഞങ്ങൾ അവിടെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി വിതരണം ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ ഏകദേശം 50-നും 60-നും ഇടയിലായിട്ടുള്ള ബിരിയാണിയുടെ കിറ്റ് എൻ്റെ കാറ്ററിംഗ് യൂണിറ്റ് തന്നെ ഉണ്ട്. അറബികളുടെ വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ട് കാറ്ററിംഗ് ചെയ്യുന്ന കാറ്ററിംഗ് യൂണിറ്റിൽ നിന്ന് തന്നെയാണ്, എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് ഈ ബിരിയാണി കിറ്റ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ റബീഉൽ അവ്വൽ മാസം അവസാനിച്ചു. റബീഉൽ താനി അഥവാ റബീഉൽ ആഖിറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിക്കുകയുണ്ടായിരുന്നു, എന്താണ് നമ്മൾ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം, തുടരണോ അതോ നമ്മുടെ നെയ്യത്ത് റബീഉൽ അവ്വൽ മാസം മാത്രമായിരുന്നല്ലോ, നമുക്കത് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറയുകയുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു മാസം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന ഈ ഭക്ഷണ വിതരണത്തിൽ നിന്നും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബർക്കത്ത് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എങ്ങനെ നമുക്ക് ഈ പ്രവൃത്തി നിർത്താൻ കഴിയും
എന്ന് ഞാൻ ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 7 വർഷമായി തുടർച്ചയായി എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എൻ്റെ വീടിന്റെ അടുത്തുള്ള 50 മീറ്റർ ദൂരെയുള്ള പള്ളിയിൽ ഇന്നും ഞങ്ങൾ അവിടെ ഈ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. കഴിഞ്ഞ 7 വർഷമായി ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണ വിതരണം, മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച ഞാൻ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഒരു ദൃശ്യം ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവർത്തികൾ, ഒരു ദാനധർമ്മങ്ങൾ അദ്ദേഹം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ, വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, എത്രയും നാൾ സ്വന്തം കൂട്ടുകാരനോ സ്വന്തം കുടുംബത്തിലോ കൊണ്ടുപോയി അദ്ദേഹം അത് പ്രദർശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ചെയ്തിട്ടുള്ള സൽപ്രവർത്തികൾക്ക് അതിൻ്റെ കൂലി കുറയാൻ ധാരാളം സാധ്യതയുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ഞാൻ ഇതൊന്നും വെളിപ്പെടുത്താതെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതേപോലെ തന്നെ ആരെങ്കിലും സാമ്പത്തികമോ സാങ്കേതികമോ എന്തെങ്കിലും സഹായങ്ങൾ നമ്മുടെ അടുത്ത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖവും ആ വ്യക്തിയുടെ രൂപവും നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സ്വന്തക്കാർക്കോ ബന്ധക്കാർക്കോ പോലും അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ അമലിന് അള്ളാഹ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൂർണ്ണ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഞാൻ. എന്നിരുന്നാൽ തന്നെ ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം എന്തെന്നാൽ, ഒന്നാമതായിട്ട് ഈ സഹായം ലഭിക്കുന്ന ആരുടെയും തന്നെ മുഖം വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയോ വീഡിയോയോ അല്ല ഞാൻ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. രണ്ടാമത് ഇത് ഞാൻ സംസാരിക്കാൻ കാരണം എന്തെന്നാൽ, എൻ്റെ സഹോദരങ്ങൾ നാട്ടിൽ ഒരുപാട് സാമ്പത്തിക ചുറ്റുപാടുകളുള്ള ആളുകൾ അവർ പള്ളികളിലേക്ക് സംഭാവന, വളരെ വലിയൊരു സംഭാവന കൊടുത്തുകൊണ്ട് അടിച്ചു പൊളിച്ച് റബീഉൽ അവ്വൽ 12 മാത്രം ചെലവാക്കുന്ന ആ ഒരു രീതി നിർത്തിക്കൊണ്ട് അവരെല്ലാവരും കൂടി പങ്കിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങളുടെ പള്ളിയുടെ പുറത്ത് വെച്ചുകൊണ്ട് ഒരു ഭക്ഷണത്തിൻ്റെ ഒരു കിറ്റ്, ഭക്ഷണത്തിൻ്റെ ഒരു പൊതി ഞാൻ ഈ ചെയ്യുന്നത് പോലെ പാവപ്പെട്ടവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല നബിദിനാഘോഷം ഇതായിരിക്കും. ഇതിലും വലിയൊരു നബിദിനാഘോഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഞാൻ ചെയ്തിട്ട് ഒരു അമലിനെ എടുത്തു പറയാൻ വേണ്ടിയല്ല ഞാനിത് കാണിക്കുന്നത്. സാങ്കേതികമായിട്ടും മാനസികമായിട്ടും പ്രയാസത്തോടു കൂടി തന്നെ അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം, ഉദ്ദേശം മറ്റുള്ളവർക്ക് ഇതിലൊരു മാതൃകയുണ്ട്, അവർ മുന്നോട്ട് വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ തിങ്കളാഴ്ച മിനിഞ്ഞാന്ന് ഞാൻ തന്നെ എൻ്റെ ശബ്ദത്തിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ നിങ്ങൾ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ജനങ്ങൾ ലൈനായി നിന്നുകൊണ്ട് ഭക്ഷണം അത് വാങ്ങിക്കൊണ്ടു പോവുകയും അത് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഞങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഭക്ഷണം. എന്നാൽ അധികം പേരും 90% അല്ലെങ്കിൽ 99% നോമ്പൊക്കെ എടുക്കാത്തവർ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെ നമ്മളെ ഉദ്ദേശം നോമ്പെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ദാനധർമ്മങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിൽ ഉപരി നമുക്കിതുകൊണ്ട് ബർക്കത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദൃശ്യം കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് എല്ലാ തിങ്കളും വ്യാഴം നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നു പാവപ്പെട്ടവർക്ക്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണിത്. ഇവിടുന്ന് ഭക്ഷണം നമ്മൾ വിതരണം ചെയ്യുകയാണ്. വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ നിന്ന് കൊടുക്കും. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ആളുകൾ ലൈനിൽ വന്നു നിന്നുകൊണ്ട് ഭക്ഷണം, ഇതാണ് പള്ളിയുടെ മുമ്പിൽ ആളുകൾ ലൈനിൽ വന്നു നിന്നുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.